ഇടുക്കി കുമളിയിലെ ഷെഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫിന് 7 വർഷം തടവ്, രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവും ശിക്ഷ വിധിച്ചു. ഷെരീഫ് 50,000 രൂപ പിഴയായി ഒടുക്കണം. തൊടുപുഴ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ക്രൂരമർദ്ദനം മൂലം 5 വയസ്സുകാരൻ ഷെഫീഖിന്റെ ശരീരം തളർന്ന കേസിൽ കേരളത്തിന്റെ മനസാക്ഷി പിടിച്ചുകുലുക്കിയ സംഭവമായി മാറിയിരുന്നു. കേസിൽ ശിക്ഷ വിധിക്കുന്നത് 11 വർഷത്തിന് ശേഷമാണ്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് പുതിയ വിവരങ്ങൾ? ഇടുക്കി കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനമേറ്റ 4 വയസ്സുകാരൻ ഷെഫീഖിന്റെ ശരീരം തളർന്ന കേസിലാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. ഈ വിധി പ്രകാരം പിതാവിന് 7 വർഷം കഠിന തടവും മാതാവിന് 10 വർഷം കഠിന തടവുമാണ് നിലവിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. മാതാവ് വളർത്തു മാതാവാണ്. അവരുടെ പേര് അനീഷ എന്നാണ്. ഇവരാണ് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തൽ. പ്രധാനമായും ഈ ഒന്നാം പ്രതി ഷെരീഫിന് 7 വർഷം കഠിന തടവ് വിധിക്കുമ്പോൾ മറ്റു വിവിധ വകുപ്പുകളിൽ കൂടി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതായത് 323 വകുപ്പ് പ്രകാരം 1 വർഷം കഠിന തടവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വർഷം കഠിന തടവും ഷെരീഫ് അനുഭവിക്കണം. അതായത് 7 വർഷം കഠിന തടവിന് പുറമെ 2 വർഷം കഠിന തടവുണ്ടാകുമ്പോൾ ഏകദേശം 9 വർഷത്തോളം കഠിന തടവ് ഒന്നാം പ്രതി ഷെരീഫ് അനുഭവിക്കണം. രണ്ടാം പ്രതി വളർത്തമ്മ കൂടിയ അനീഷയ്ക്ക് 324 വകുപ്പ് പ്രകാരം 3 വർഷവും 323 വകുപ്പ് പ്രകാരം 1 വർഷവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വർഷവും കഠിന തടവ് അനുഭവിക്കണം. അങ്ങനെ രണ്ടാം പ്രതിയായിട്ടുള്ള അനീഷ ആകെ 15 വർഷ കഠിന തടവും അനുഭവിക്കണമെന്നുള്ളതാണ് കോടതി വിധിച്ചിട്ടുള്ളത്. 2015 ജൂലൈ 15-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അബോധാവസ്ഥയിലായ കുട്ടിയുമായി പിതാവ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർക്കുണ്ടായ ചില സംശയങ്ങളാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവായത്. കുട്ടിയുടെ ശരീരത്തിന്റെ അവസ്ഥയും ശരീരത്തിലെ മുറിവുകളും എല്ലാം കണ്ട് ഡോക്ടർക്ക് സംശയം തോന്നുകയും പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി പിതാവിനെയും വളർത്തമ്മയെയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ ഒരു ഞെട്ടിക്കുന്ന, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പൊള്ളിച്ചും അതുപോലെ തന്നെ മർദ്ദിച്ചും എല്ലാം തന്നെ ഈ കുട്ടിയെ പൂർണ്ണമായും അവശനിലയിലാക്കിയ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഏകദേശം 3 വർഷത്തോളം ഈ കുട്ടി ഈ ഒരു കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായും വന്നു. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.